നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഒരു മട്ടൻ ബിരിയാണി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല നാടൻ രുചിയിലുള്ള ബിരിയാണി ആണെങ്കിൽ നമുക്ക് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാലും കുറച്ചുകൂടി കഴിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ ഈ മട്ടൻ ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന സംശയം എന്ന് പറഞ്ഞാൽ മട്ടനൊക്കെ വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ടമല്ലേ, കുറച്ച് സമയം എടുക്കില്ല എന്നതാണ്. അപ്പം നമ്മളിവിടെ കുക്കറിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 4 കപ്പ് ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. എത്ര നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണി അരിയാണോ അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ ബിരിയാണിക്ക്. ഞാൻ സാധാരണ 1 കപ്പിന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ദം ചെയ്ത് എടുക്കുകയാണെങ്കിൽ, ദം ചെയ്യാതെ നമ്മൾ റൈസ് വേറെയും പിന്നെ മസാല വേറെ ആയിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇരട്ടി വെള്ളം തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത് വെള്ളം തീരെ ഇല്ലാതെ നമ്മൾ വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു വലിയ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കും. നമ്മൾ ഒരുപാട് നെയ്യൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അരി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വറുത്തെടുക്കണ്ട, പിന്നെ ഫ്ലെയിമെല്ലാം കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്താൽ മതി. അപ്പം നമുക്കിങ്ങനെ പൊട്ടാൻ തുടങ്ങുന്നൊരു സൗണ്ട് കേൾക്കും. അത്ര വരെ ആണ് അതിൻ്റെ ഒരു വറവ് എന്ന് പറഞ്ഞാൽ, ആ ഒരു വറുത്ത് വരേണ്ട പാകം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇത് ഏതാണ്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 6 കപ്പാണ് വെള്ളം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, തിളപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇത്രയും ഡീറ്റെയിൽഡായി പറയുന്നത് എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്നുള്ളതിലാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ യോജിപ്പിക്കാം. അതിനുശേഷം വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി. വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ കറക്റ്റ് അളവല്ല, കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഉപ്പ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുമല്ലോ, ആ ഒരു രീതിയിൽ വെക്കണം. ഒരുപാടല്ല, കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നത്, അതാണ് ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 6 ഗ്രാമ്പു, അതുപോലെ തന്നെ 6 ഏലയ്ക്ക, പിന്നെ ഒരു കഷ്ണം പട്ട, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ജാതിക്ക ഉണ്ടെങ്കിൽ ജാതിക്ക ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. നാരങ്ങാ നീര് പൊഴിയുമ്പോൾ നാരങ്ങാക്കുരു ഇല്ലാതെ ശ്രദ്ധിക്കുക, കാരണം ചെറിയൊരു കയ്പുണ്ടാവും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി എന്താണെന്ന് പറയുമോ, ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. അത് കഴിഞ്ഞൊരു 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളെ റൈസൊക്കെ റെഡിയായി വരും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ചോറ് തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ തുറന്നു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. കാരണം മേലത്തെ അരി ചിലപ്പോൾ അത്രയും ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഒരു 8-9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം റൈസ് ഇവിടെ കൃത്യമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. റൈസൊക്കെ മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് പരത്തി വെച്ചിട്ട് ഇതേ കൂട്ട് വെയിറ്റും വെച്ചിട്ട് അവിടെ നിൽക്കുക. മസാല ഉണ്ടാക്കുന്നത് വരെ അങ്ങനെ നിന്നോട്ടെ, സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇതിന് വേണ്ടി നമ്മൾ മട്ടൺ എടുത്തിരിക്കുന്നത് 1/2 കിലോ ആണ്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പെരക്കി വെക്കുകയാണ്. ഇത് ഇങ്ങനെ വെച്ച് കുറച്ച് സമയം വെക്കുന്നത് എന്തായാലും നല്ലതാണ്. അപ്പം നമുക്ക് റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം ഞാനത് റൈസ് ഉണ്ടാക്കുന്ന ആദ്യം കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ അത്രയും നല്ലത്. ഇനി മസാലയ്ക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. 6 സവാളയാണ് എടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ 4 തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 2 ഇഞ്ചോളം വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. 5 പച്ചമുളകൊക്കെ നമുക്ക് എരിവ് നോക്കിയിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 25 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സവാള അതുപോലെ തന്നെ തക്കാളി നമുക്ക് നല്ല നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മളെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് മട്ടൻ വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടൻ ഇപ്പം നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പുരട്ടി വെച്ച മട്ടൻ ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നല്ലോണം വിസിൽ വന്നോട്ടെ, ഒരു 6-7 വിസിൽ വന്നോട്ടെ. നന്നായി വെന്താലും ഒരു കുഴപ്പമില്ല, നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മസാലയ്ക്കുള്ള സവാളയുടെ ആ ഇതിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ മട്ടനിൽ ചേർത്തിട്ടുണ്ടല്ലോ ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരണം, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നന്നായിട്ട് വാടി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേ പൊടികളൊക്കെ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് നല്ലപോലെ വാടി വരണം. അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഇതാ ഏതാണ്ട് നല്ല മസാലയൊക്കെ ഒരു നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മട്ടൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മട്ടൻ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇതാ നന്നായി വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും മല്ലിയിലയും ചേർക്കാം കേട്ടോ. മല്ലിയിലയാണ് കൂടുതൽ ചേർക്കേണ്ടത്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഇതില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അടുത്തത് വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചോറ്, മസാല, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദം ചെയ്യലാണ്. ദം ചെയ്യുന്ന സമയത്ത് ഒരു പാനിൽ ഇതുപോലെ തന്നെ അടിയിൽ ആദ്യം നമുക്ക് മസാല കുറച്ച് കഷ്ണ പീസും ഒക്കെ മട്ടൻ്റെ പീസും എല്ലാം കൂടി ആയിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇനി മുകളിലോട്ട് ചോറ് ഇട്ട് കൊടുക്കാം, ഒരു ലെയർ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനി വീണ്ടും മസാല ഇടാം, അതുപോലെ തന്നെ റൈസ് ഇടാം. അങ്ങനെ എത്ര ലെയറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇടാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റത്തെ ആ ഒരു ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇനി ഇത് ദം ചെയ്തെടുക്കുന്നത് ഒരു ദോശത്തട്ടിലേക്കാണ്. ദോശത്തട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ചൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാന് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ റെഡി ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുകളിൽ അടച്ചു വെച്ച പാത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കൊന്ന് ചൂട് കയറിയോ എന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മട്ടനൊക്കെ നന്നായിട്ട് വെന്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.